ഹായ് ഓൾ. ഈ അടുത്ത് വളരെ വൈറലായിട്ടുള്ള കുറച്ച് വീഡിയോകൾ കാണാനിടയായി. അതിനകത്ത് പലതിലും റോബോട്ടുകൾ മനുഷ്യനെ ആക്രമിക്കുന്ന വീഡിയോസ് ആയിരുന്നത്. ഈ അടുത്ത് തന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് കുറേ കുട്ടികൾ ചുറ്റും നിൽക്കുന്നു. ഈ റോബോട്ട് പല മാർഷ്യൽ ആർട്സും കാണിച്ചിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയുടെ വയറ്റിൽ പോയി ചവിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെ വേറൊരു വീഡിയോനകത്ത് ഒരു റോബോട്ടിനെ ഒരു ടെസ്റ്റിംഗ് ഏരിയയിൽ നിർത്തിയിരിക്കുന്നു. 2 എഞ്ചിനീയേഴ്സ് അടുത്തുണ്ട്. ഈ റോബോട്ട് പെട്ടെന്ന് കൈയും കാലൊക്കെ ഇട്ട് അടിച്ച് അടുത്തുള്ള ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വീഡിയോസ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ്? ആക്ച്വലി ഈ റോബോട്ടുകൾ മനുഷ്യനെ ആക്രമിക്കുന്നതാണോ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആക്ച്വലി ഇത് റോബോട്ടുകൾ മനുഷ്യനെ ആക്രമിക്കുന്നതല്ല. ആദ്യം ഞാൻ പറഞ്ഞ വീഡിയോയിൽ ഈ റോബോട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രീസെറ്റ് മോഡിനകത്തുള്ളൊരു പ്രവൃത്തിയാണ്. അതായത് ഇതിന് ചിന്തിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഈ ചില റോബോട്ടുകളെ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ചില റോബോട്ടുകളെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിനകത്ത് പ്രീസെറ്റായിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പലതരത്തിലുള്ള ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാവും. അതേപോലുള്ള ഒരു റോബോട്ടായിരുന്നു അത്. യൂണിട്രി എന്ന് പറയുന്ന കമ്പനിയുടെ റോബോട്ടായിരുന്നു. അപ്പോൾ ആ റോബോട്ടിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് റിമോട്ട് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ആ റോബോട്ടിന് യാതൊരു തരത്തിലുള്ള ഒരു കൺട്രോളും അതിനകത്ത് ഉണ്ടാവില്ല. എങ്കിൽ പോലും അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ചില ഫീച്ചറുകൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ, അതായത് സെൻസിങ്, അതിന് ചുറ്റുമുള്ള സെൻസിങ് കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ മുമ്പിൽ ഒരു ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് റിമോട്ടിനകത്ത് ചെയ്താലും അത് പ്രവർത്തിക്കില്ല. ലൈക്ക് നമ്മുടെ റിമോട്ട് കാർ പോലെ. നമ്മൾ റിമോട്ട് കാർ ഓടിക്കുന്നു, അത് മുമ്പിൽ ഒരു ഭിത്തി ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ഓടിക്കാനായിട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പോയി ഇടിക്കും. പക്ഷേ ഇതിനകത്തുള്ള ഈ സേഫ്റ്റി ഫീച്ചർ ഓൺ ആക്കുമ്പോൾ മുമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെത്താനെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലുള്ള പല പ്രീസെറ്റ് മോഡുകളിലാണ് ഈ റോബോട്ടുകൾ എന്ത് ചെയ്തിട്ടുള്ളത്? ആൾക്കാരെ പോയിട്ട് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ രണ്ടാമത്തെ വീഡിയോയിലുള്ളൊരു കാര്യം, ഈ റോബോട്ടിന് ഒരു ടെസ്റ്റിംഗ് യൂണിറ്റിൽ ഇടുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നു? കൈകാലുകളിട്ട് അടിച്ചിട്ട് അടുത്തുള്ള ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കാനായിട്ടൊരു ടെൻഡൻസി കാണിക്കുന്നത് പോലെ, ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ പ്രവർത്തിക്കുന്നത് പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എഞ്ചിനീയേഴ്സ് ആക്ച്വലി ആ റോബോട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു മാൽഫങ്ഷൻ കാരണമാണ് ഈ റോബോട്ടുകൾ എന്ത് ചെയ്തത്? ഇതിൻ്റെ മോട്ടറുകൾ വളരെ അബ്നോർമലി ബിഹേവ് ചെയ്യുകയും ഇതിൻ്റെ കൈകാലുകൾ എന്ത് ചെയ്തത്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുകയും ചെയ്തത്. അതല്ലാതെ ഇപ്പോഴുള്ള റോബോട്ടുകൾക്കൊന്നും തന്നെ മനുഷ്യനെ നേരിട്ട് പോയിട്ട് ആക്രമിക്കാനുള്ള തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു കമ്പനിയും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കഴിവുകൾ കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഇതിനെ വേണ്ടാത്ത രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ സോഫാർ അങ്ങനെ റോബോട്ടുകൾക്ക് സ്വയം ചിന്തിച്ച് മനുഷ്യനെ ആക്രമിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഒന്നുമില്ല, അൺടിൽ ആൻഡ് അൺലെസ് ഒരു മനുഷ്യൻ ഇത് ചെയ്യാത്തടത്തോളം കാലം.